നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്ന് മലപ്പുറം ജില്ലയിലെ തവനൂരായിരിക്കും. അവിടെ DCC പ്രസിഡന്റ് VS ജോയ് സ്ഥാനാർത്ഥിയാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള ഒരു ജില്ല എന്ന നിലയിൽ അവിടേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി CPM പരക്കം പായുക. വ്യവസായികളെയും കച്ചവടക്കാരെയും ഒക്കെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒരു കാലത്താണ് തവനൂരിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാര് വിരലിലുണ്ടാവുന്ന ആൾക്കാർ ഒരു പക്ഷേ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും അവരെ സ്വീകരിക്കാനും ഒരു മണ്ഡലം തയ്യാറാകുന്നു, ഒരു ജില്ല തയ്യാറാകുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. സത്യത്തിൽ ഇത് VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വവും VS ജോയി വിജയിക്കേണ്ടതും മലപ്പുറത്തിന് ഈ നാടിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു മറുപടിയാണ്. മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രചരണം നമുക്കറിയാം. ഇവിടെ മറ്റ് സമുദായങ്ങൾക്ക്, ക്രിസ്ത്യാനികൾ അടക്കമുള്ള മറ്റ് സമുദായങ്ങൾക്കൊന്നും വെള്ളം കിട്ടില്ല, ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് ബേജാറായി നടക്കുകയും ആ ബേജാറായി നടക്കുന്ന വെള്ളാപ്പള്ളിക്ക് എല്ലാ ദിവസവും മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ. അങ്ങനെയൊക്കെ ഒരു നാട്ടിലാണ്, ഒരു കാലഘട്ടത്തിലാണ് തവനൂരിൽ VS ജോയ് സ്ഥാനാർത്ഥിയാണ്. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു 20% ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പറ്റൂ, ഇനി എവിടെയെങ്കിലും കത്തോലിക്കരുണ്ടെങ്കിൽ റോമൻ കത്തോലിക്കരെ പറ്റൂ എന്നും ശഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ശരിയായ മറുപടി കേരള രാഷ്ട്രീയത്തിനും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിനും കൃത്യമായ ഒരു ദിശാസൂചിക നൽകുന്നത്. 1995 തിരൂരങ്ങാടിയിൽ മണ്ഡലത്തിൽ AK ആന്റണി വന്ന് മത്സരിച്ചിട്ടുണ്ട്. ആ AK ആന്റണിക്ക് 22,000 വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നിട്ടാണ് തിരൂരങ്ങാടിയിൽ നിർത്തിയിട്ട്. അന്നും ഇതേപോലെ വളരെ നാമമാത്രമായ ക്രിസ്ത്യാനികളാണ് തിരൂരങ്ങാടി മണ്ഡലത്തിലുള്ളൂ. ആ തിരൂരങ്ങാടിയിൽ 22,000 വോട്ടിന് AK ആന്റണിയെ ജയിപ്പിച്ച മലപ്പുറം. എന്നിട്ടും ആ മലപ്പുറത്തിന് ഇപ്പോഴും ഈ മോശമായ പരാമർശങ്ങൾ നടത്താൻ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മാത്രമല്ല, നാട്ടിൽ ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മലപ്പുറം ജില്ലയെ പറ്റി വ്യാപകമായ ആഖ്യാതികൾ പരത്തുന്നു. പക്ഷെ അതിനുള്ള ഒരു കൃത്യമായ മറുപടി VS ജോയിയുടെ വിജയത്തിലൂടെ മലപ്പുറത്തിന് കൊടുക്കാൻ സാധിക്കും എന്നതാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അവിടെ KT ജലീൽ, ഞാൻ ഇനി മത്സരിക്കുന്നില്ല, എനിക്ക് ആരോടും കടപ്പാടില്ല, ഞാൻ പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, അധികാര രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച KT ജലീൽ ഏതായാലും വീട്ടിലിരിക്കാൻ കൂടുതലൊരു അവസരം ഇത് ആയിത്തീരും എന്നൊരു സവിശേഷത.